റിട്ടയർ ആയെന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിരിക്കുന്നതിന്റെ കുഴപ്പാ. ഇയാൾക്കുമല്ലേ പണിക്ക് പൊയ്ക്കൂടെ? നിങ്ങൾ വിഷമിക്കണ്ട. ഇനി എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി പോയിക്കോ. അതൊരു പ്രശ്നമല്ല. ഇപ്പോഴെങ്കിലും ചെയ്ത തെറ്റ് മനസ്സിലായല്ലോ. മാപ്പ് പറഞ്ഞോ? ഇപ്പോഴാ തെറ്റ് മനസ്സിലായത്. അതൊന്ന് പറഞ്ഞിട്ട് മാപ്പി ചോദിക്കാം. മുളങ്ങി വന്നേ. ഇത് നിന്റെ ബാഗല്ലേ? ഇവന്റെ ബൈക്കിൽ നിന്ന് കിട്ടിയതാണ്. ബാക്കി ഞാൻ വിശദീകരിക്കണോ? എന്തൊരു തലവേദന! രണ്ടുപേരും എനിക്കൊരു തലവേദന ആകരുത്. എന്താണ് ഇനി എന്തിനാ കുറെ കാശും മുടക്കി ആൾക്കാരെയും കൂട്ടിയ ഒരു കല്യാണം? ഒരു ഗ്ലാസ് പാലും കൊടുത്ത് അവളവന്റെ മുറിലോട്ട് തള്ളി വിട്ടാ പോരെ? പോവേ. നീ എന്താ തലയെ മുണ്ടിട്ടിരിക്കുന്നത്? തലയിൽ മുണ്ടിടേണ്ട പണിയല്ലേ ഇന്നവൻ കാണിച്ച്. ഇന്നത്തെ പ്രശ്നം ഇനി ആരും ഓർമ്മിപ്പിക്കില്ലെന്ന് ഉറപ്പ് തന്നാൽ ഞാനിത് മാറ്റാം. ശരി ശരി. രേവതി, നീയും ഇരുന്നോളൂ. ഇരിക്കടി. ഏതായാലും നിശ്ചയം കഴിഞ്ഞില്ലേ? ഇനി ലേണേഴ്സ് ലൈസൻസ് ആയി എന്ന് കരുതി വണ്ടി ഓടിക്കരുതല്ലേ? ചുമട്ടായിരിക്കണം. കല്യാണ ഡ്രസ് നമുക്ക് പീതാംബരന്റെ കടയിൽ നിന്ന് എടുക്കാം. ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടുന്ന് എന്താ കേശുവിന് കമ്മീഷൻ കിട്ടുവോ? കുറ്റം കണ്ടെത്തുന്ന കാര്യത്തിൽ രണ്ടുപേർക്ക് നല്ല ചേർച്ചയാ. എങ്ങനെ ഒത്തു കിട്ടി? പിന്നെ സ്വർണം നമുക്ക് സ്വർണ്ണക്കടന്ന് എടുക്കാം. സ്വർണ്ണം പിന്നെ പലചരക്കടയിൽ കിട്ടും. ചുമ്മാ വല്ലതും വിളിച്ച് പറയാതെ വാരി ഞാൻ. ഐഡിയ ഈസ് ഗുഡ്, ലെഗ് ഈസ് മൈൻ. കാല് മാറിയെന്ന്. എന്താ അച്ഛാ കാല് മാറിയെന്ന് പറഞ്ഞത്? മോളോടല്ല പറഞ്ഞത്. പിള്ളച്ചേട്ടാ, സ്വർണത്തിന്റെ കാര്യം 10-25 പവൻ അവളുടെ അമ്മയുടെ ഇരിപ്പുണ്ടല്ലോ, അത് പോരെ? എത്രയുണ്ടെങ്കിലും കല്യാണത്തിന് പുതിയ ഫാഷനുള്ള ആഭരണങ്ങള് ഏത് പെണ്ണിന്റെ സ്വപ്ന? ആക്രാന്തം കാണിക്കരുത്. അവൾക്ക് അങ്ങനെ സ്വർണത്തോണ്ട് വലിയ ഭ്രമമൊന്നുമില്ല. ഉണ്ടോടി? അവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്ന മൂഡിലല്ല, ബിസിയാ അല്ലേ കുട്ടാ? അതെ അതെ. പിന്നെ ആഭരണങ്ങൾ ഫാഷനുള്ളത് വേണമെങ്കിൽ പുതിയത് തന്നെ വാങ്ങിക്കണം. ഞാൻ എന്തു പറയാന്? ഞാൻ ഇവളുടെ അച്ഛനാണെങ്കിലും ചെറുപ്പം മുതലേ ഇവിടെ വളർന്ന എന്റെ കുട്ടിയുടെ അധികാരം മുഴുവൻ നിങ്ങൾക്കല്ലേ. ഞാൻ അന്നും ഇന്നും ഇവിടുത്തെ കാര്യസ്ഥൻ. ഈ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ പ്രത്യുപകാരാന്ന് കരുതിക്കോ. ഞങ്ങളിത് ഭംഗിയാക്കും. അമ്മയില്ലാത്ത എന്റെ കുഞ്ഞിന് ഈശ്വരൻ നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിച്ചല്ലോ, അത് തന്നെ ധാരാളം. കല്യാണ ഡ്രസ്സ്, സ്വർണം എല്ലാത്തിനും തീരുമാനമായെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മോഹം. എനിക്കറിയാം. തുണി കാഞ്ചീപുരത്ത് എടുക്കുന്ന കാര്യല്ലേ? അല്ല, ഗുരുവായൂർ പോയി തൊഴണം. സദ്യ ശങ്കരനിളയത്തിനെ ഏൽപ്പിക്കണം എന്നല്ലേ? അതെല്ലാം നിങ്ങൾ ഭംഗിയാക്കുമെന്ന് എനിക്കറിയാം. പിന്നെന്താണ്, പറഞ്ഞോളൂ. ഞാൻ പറയാം. അമ്മയുടെ മനസ്സിൽ എന്താന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് എപ്പോഴും പറയാറുള്ളതാ. എന്താണ്? കുട്ടേട്ടന്റെ കല്യാണത്തിന് വലിയ ചേച്ചിയും കൂട്ടിക്കൊണ്ട് വരണം. അത് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് പോലെ എന്റെ മനസ്സറിയാം. കുട്ടന്റെ വിവാഹത്തിന് അവന്റെ ചേച്ചി ഉണ്ടാവണം. എന്റെ മൂത്ത മോള് ആനന്ദവല്ലി. അത് പറഞ്ഞപ്പോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഇഷ്ടക്കേടായി. അത് നടക്കില്ല.